അപ്പൊ ഹലോ ഗൈസ്, ഞാനിപ്പോ വയനാട്ടിലാണുള്ളത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ചുരത്തിൽ ഫുള്ള് ബ്ലോക്ക് കുടുങ്ങി ഇപ്പൊ എഴഞ്ഞഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഇവിടെ എത്തിയപ്പോ 11 മണി കഴിഞ്ഞിരുന്നു. ഇതാണ് കേട്ടോ എന്റെ വലിയച്ഛനും അമ്മമ്മയും. ഇവരെയൊക്കെ കാണാനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇത് അച്ചു, എന്റെ മാമന്റെ മോളാണ്. ഇവിടത്തെ അമ്മമ്മ ഞാൻ വന്നപ്പോ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നേരെ ഷൈമല്യമ്മയുടെ അങ്ങോട്ട് പോയി. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മാറ്റം വന്നിട്ടുണ്ട്. രണ്ടാം നിലയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് എല്ലാവരോടും സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന് പിന്നെ 2 മണിയൊക്കെ കഴിഞ്ഞപ്പോ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോ വിനു ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ വന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. 2 മാസം മുന്നേ ഒരു ട്രിപ്പിന് കൊണ്ടുപോകാൻ അവന്റെ ജാക്കറ്റ് എടുത്താണ് ഞാൻ പോയത്. അങ്ങനെ അതും അവന് തിരിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. നമ്മളൊന്ന് ചുറ്റിക്കറങ്ങി തിരിച്ച് വീടെത്തിയപ്പോ ഇവിടെ പില്ലർ വാർക്കാനുള്ള സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇറങ്ങി വരുന്നതാണ് ഞങ്ങളുടെ മാമൻ കോൺട്രാക്ടർ ആണ്. മാമൻ തന്നെയാണ് ഈ വീടിന്റെ പണി എടുപ്പിക്കുന്നത്. ഞാൻ ഈ വീടിന്റെ മുകളിലേക്ക് കയറാനുള്ള തന്ത്രപ്പാടിലാണ്. പേടിച്ചാണെങ്കിലും എങ്ങനെയോ മുകളിലെത്തി. ഇതൊക്കെയാണ് മുകളിൽ വരുന്നത്. 2 റൂമും ഒരു ഓപ്പൺ സ്പേസ് ഒക്കെ ആയിട്ട്. വിനു മനോജ് മാമനും കൂടി നേരത്തെ ഇറക്കിയ സാധനങ്ങളൊക്കെ മുകളിലേക്ക് വെച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് അതിലെ തന്നെ തിരിച്ചിറങ്ങാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഉള്ളത്തെ സ്റ്റെയർ കൂടി ഇറങ്ങി. പിന്നെ നമ്മളെല്ലാരും കൂടി ചായയൊക്കെ കുടിച്ച് ഞാനും ഇവനും വണ്ടി എടുത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇത് വെറുതെ കറങ്ങാൻ ഇറങ്ങിയൊന്നല്ല കേട്ടോ. ഇവനിവിടെ പെണങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ആരോ കാണാണ്ട് എന്നിട്ട് അങ്ങനെ പോയതാണ്. അങ്ങനെ അവന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ഒരു ഏട്ടന്റെ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോ നല്ല അടിപൊളി കപ്പയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഇത് എത്രാമത്തെ ചായ എന്നൊന്നും ഓർമ്മല്ല. അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കുറച്ചു നേരം സംസാരിച്ചൊക്കെ നിന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കണ്ടില്ലേ, രാത്രിയായി. നമ്മളിപ്പോ വരാന്ന് പറഞ്ഞ എപ്പോഴോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ വന്നോണ്ടിരിക്കുമ്പോ മറ്റേ കിളിച്ചുണ്ടമാമ്പഴത്തിൽ പറയില്ലേ, തീയും പുകയും പറപ്പിച്ചൊരു കൂട്ടം വരുന്നത്, അതുപോലെ ലൈറ്റൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോ നല്ല പാട്ടും ലൈറ്റൊക്കെ ആയിട്ട് ഒരു ടൂറിസ്റ്റ് ബസ് ആണ്. അങ്ങനെ അത് അതിന്റെ വഴിക്കും പോയി. നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്കും പോയി. ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയിട്ട് വീടെത്തിയപ്പോ പാതിരാത്രിയായി. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ഗൈസ്.